ഏട്ടാ, ആ, എന്റെ ഇളയമ്മയുടെ മോന് ഇന്നലെ ആക്സിഡന്റ് ആയെന്ന് ഞാൻ പറഞ്ഞില്ലേ? ആ. ഇളയമ്മ ഹോസ്പിറ്റലിൽ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞു. ഉം. അതുകൊണ്ട് നാളെ അവിടം വരെ ഒന്ന് പോയി കണ്ടിട്ട് വരാന്ന് കരുതി. അതെന്താ? നീ പോയി കണ്ടോ? ആ, ആരോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ നിങ്ങളെ പിന്നെ അങ്ങോട്ട് വിളിക്കാം. ആ, ശരി. നമസ്കാരം മാഡം. നമസ്കാരം. നിങ്ങൾക്ക് ആരാ വേണ്ടത്? മാഡം, എൻ്റെ പേര് രഞ്ജിത്താണ്. ഞാൻ A1 അസോസിയേറ്റ് കമ്പനിയിൽ നിന്നാണ് വരുന്നത്. ഉം, ഞങ്ങൾ സെൽഫോൺ കമ്പനിക്ക് വേണ്ടി ടവർ ഫിക്സ് ചെയ്യുന്നവരാ. ഈ ഏരിയയിലും ഒരു പുതിയ ടവർ വെക്കുന്ന ഒരു ഐഡിയ ഉണ്ട്. ഉം. അതുകൊണ്ടാണ് നിങ്ങളുടെ വീട്ടിന് മുകളിൽ എന്തെങ്കിലും കാലി സ്ഥലം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നത്. മാഡം, നിങ്ങളുടെ വീട്ടിന് മുകളിൽ ടവർ വെക്കാൻ എന്തെങ്കിലും സ്ഥലം ഉണ്ടോ മാഡം? ആ, സ്ഥലമൊക്കെ ഉണ്ട്. ഞങ്ങളുടെ വീടിന്റെ ടെറസ് കാലിയായിട്ടാ ഉള്ളത്. ആ, ശരി മാഡം. ഞാൻ ഒരു തവണ നിങ്ങളുടെ ടെറസ് കണ്ടോട്ടെ? അതൊക്കെ പിന്നെ കാണാം. നിങ്ങൾ നേരിട്ട് വന്ന് പെട്ടെന്ന് ടവർ വെക്കണമെന്ന് പറഞ്ഞാ നിങ്ങളെ ഞാൻ എങ്ങനെയാ വിശ്വസിക്കുക? വെറും കൈയോടെ വന്ന് ടെറസ് കാണിക്കാൻ പറഞ്ഞാ ഞാൻ എങ്ങനെയാ കാണിക്കുക? മാഡം, ഇവിടെയുള്ള എല്ലാ സെൽഫോൺ കമ്പനികൾക്കും ഞങ്ങളാണ് ടവേഴ്സ് വെച്ച് കൊടുത്ത് അത് റെഗുലറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈ ഏരിയയിൽ സിഗ്നൽ വീക്ക് ആയതുകൊണ്ട് ടവർ വെക്കാമെന്ന് വിചാരിക്കുന്നു. ഉം. അതുകൊണ്ട് വെറുതെ നോക്കാൻ വേണ്ടി വന്നതാണ്. ഒരുപക്ഷെ ഞങ്ങളുടെ കമ്പനിക്ക് നിങ്ങളുടെ ടെറസിലെ സ്ഥലം ഓക്കെ ആണെങ്കിൽ ഞങ്ങൾ ടവർ സെറ്റാക്കിയിട്ട് നിങ്ങൾക്ക് മാസം മാസം വാടക തരും മാഡം. വാടക തരുമെന്നോ? എത്രയാ കിട്ടുക? ഓരോ മാസവും 50,000 തരും മാഡം. എന്താ പറഞ്ഞേ? സെൽഫോൺ ടവർ വെക്കാൻ സ്ഥലം തന്നാ 50,000 തരുമെന്നോ? ആ, അതെ മാഡം. ഒരുപക്ഷെ നിങ്ങളുടെ ടെറസിലെ സ്ഥലം ഞങ്ങൾക്ക് ഓക്കെ ആയാലുണ്ടല്ലോ, അപ്പം തന്നെ അഡ്വാൻസും തരും മാഡം. പിന്നെ നിങ്ങൾക്ക് മാസം മാസം 50,000 വരും. ശരി, വരൂ, ഞാൻ ടെറസ് കാണിക്കാം. ഉം. അങ്ങോട്ടാ വരൂ. ഉം. വരൂ. ഉം. എന്താ സർ, ഞങ്ങളുടെ ടെറസ് ടവർ വെക്കാൻ ഓക്കെ ആ, അല്ലേ? ഓക്കെയാണ് മാഡം. ശരി മാഡം, താഴോട്ട് പോയിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ സംസാരിക്കാം. ഉം. വരൂ. മാഡം, ഉം. ഞങ്ങൾക്ക് സെൽഫോൺ ടവർ സെറ്റ് ചെയ്യാനേ നിങ്ങളുടെ ടെറസ് നല്ല വലിപ്പം നല്ല വീതിയും ഉണ്ട് മാഡം. ഞാനിപ്പോൾ നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് ഒരു 10,000 തരാം മാഡം. നാളെ രാവിലെ വന്ന് അഗ്രിമെന്റ് പേപ്പർ തന്നേക്കാം. അതിൽ നിങ്ങൾ സൈൻ ചെയ്ത് തരുവാണെങ്കിൽ ഞങ്ങളൊരു 10 ദിവസത്തിനുള്ളിൽ വന്ന് സെൽഫോൺ ടവർ ഫിക്സ് ചെയ്തേക്കും. ടവർ ഫിക്സ് ചെയ്തതിന് ശേഷം മാസം മാസം 1-ാം തീയതി നിങ്ങളുടെ അക്കൗണ്ടിൽ 50,000 ക്രെഡിറ്റ് ആവും മാഡം. അതെയോ? ഒരുപാട് നന്ദിയുണ്ട്. ശരി മാഡം, ഞാനിപ്പോൾ നിങ്ങൾ ഒരു 10,000 അഡ്വാൻസ് തന്നേക്കാം. ഉം. ഇതാ മാഡം, ഇതിൽ 10,000 ഉണ്ട്. ആ. ശരി മാഡം, ഞാൻ നാളെ രാവിലെ വരാം. അഗ്രിമെന്റ് ഒക്കെ സൈൻ ആ, ചെയ്തേക്കാം. ശരി, വരൂ. ഉം. ഉം. ഹലോ. ഹലോ, ആരടി വന്നത്? അതോ, ഒരാള് വന്ന് നമ്മുടെ ടെറസിന്റെ മേളില് സെൽഫോൺ ടവർ വെക്കാൻ സ്ഥലം മതിയാവൂന്ന് നോക്കിയതാ. ഓ, അത് ശരി. ഉം. അല്ല, അതിനത് എത്ര സമയം എടുത്തത്? ടെറസ് കാണണമെന്ന് പറഞ്ഞു, അതുകൊണ്ടാ കൂട്ടിക്കൊണ്ട് പോയെ. അയാൾക്ക് നമ്മുടെ ടെറസ് ഓക്കെയാണത്രേ. സെൽഫോൺ ടവർ സെറ്റ് ചെയ്തതിന് ശേഷം മാസാമാസം 50,000 രൂപ നമുക്ക് വാടക കിട്ടുമെന്നാ പറഞ്ഞേ. എന്ത്? 50,000? എന്നിട്ട് നീ അവരോട് എന്ത് പറഞ്ഞു? ഇതിപ്പോ നമ്മുടെ ടെറസ് കാലിയായിട്ടല്ലേ കിടക്കുന്നേ, ആ, അതുകൊണ്ട് ഞാൻ അയാളോട് ഓക്കേന്ന് പറഞ്ഞു. ഓ, അങ്ങനെയാണോ? 10,000 രൂപ അഡ്വാൻസ് ആയിട്ട് തന്നിട്ടാ പോയേ. അഡ്വാൻസ് ഒക്കെ തന്നോ? അത് കൊള്ളാലോ. ശരിയേട്ടാ, കിച്ചണിൽ എനിക്ക് കുറച്ച് പണി ബാക്കിയുണ്ട്, പിന്നെ വിളിക്കാം. ആയിക്കോട്ടെ. നിങ്ങളായിരുന്നോ? മാഡം, ഞാൻ അഗ്രിമെന്റ് പേപ്പറൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഒന്ന് സൈൻ ചെയ്ത് തരുമോ മാഡം? ആ, തീർച്ചയായും. ആദ്യക്ക് വരൂ. ഉം. അങ്ങോട്ടിരിക്കും. ഉം. ഉഷ, അഡ്വാൻസ് 10,000, മന്ത്ലി റെൻറ്റ് 50,000. മാഡം, ഞാൻ ഇന്നലെ നിങ്ങളുടെ അടുത്ത് റെൻറ്റ് 50,000 തരാമെന്ന് പറഞ്ഞല്ലേ?
പക്ഷേ ഞങ്ങളുടെ കമ്പനിയിൽ നിങ്ങൾക്ക് 1 ലക്ഷം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെയോ, കൊള്ളാലോ, നല്ല കാര്യം തന്നെ. പക്ഷേ നിങ്ങൾ അതിന് കുറച്ച് ഡെപ്പോസിറ്റ് എമൗണ്ട് അടയ്ക്കേണ്ടി വരും മാഡം. എന്ത്, ഡെപ്പോസിറ്റ് എമൗണ്ട് അടയ്ക്കണോ? അതെ മാഡം. ഞാൻ എന്തിനാ അടയ്ക്കണ്ടേ? സെൽഫോൺ ടവർ നിങ്ങളുടെ വീടിന് മുകളിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പോകുന്നേ. ഒരു പക്ഷേ നിങ്ങൾ കാരണം ടവറിന് എന്തെങ്കിലും ഡാമേജ് പറ്റിയാൽ അത് ഞങ്ങൾ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഷുറൻസ് എടുക്കാറുണ്ട് മാഡം. അതിനുവേണ്ടി ഈ ഡെപ്പോസിറ്റ് അടയ്ക്കാൻ പറയുന്നത്. ശരി, എത്രയാ അടയ്ക്കണ്ടേ? അത്ര വലിയ എമൗണ്ട് ഒന്നും അല്ല മാഡം. നിങ്ങളൊരു 1 ലക്ഷം ഡെപ്പോസിറ്റ് അടയ്ക്കുകയാണെങ്കിൽ ഞങ്ങൾ എത്രയും പെട്ടെന്ന് ടവർ ഫിക്സ് ചെയ്തേക്കും. പിന്നീട് മാസം നിങ്ങൾക്ക് 1 ലക്ഷം എമൗണ്ട് വരുമല്ലോ മാഡം. 2ാമത്തെ മാസം തൊട്ട് നിങ്ങൾക്ക് വരുന്നതൊക്കെ നിങ്ങൾക്ക് ലാഭമല്ല മാഡം. അങ്ങനെയാണോ? ആ അതെ മാഡം. ഈ ഡെപ്പോസിറ്റ് എമൗണ്ട് ഒക്കെ വെറുതെ ഒരു ഫോർമാലിറ്റിക്കാണ്. നിങ്ങൾ അടയ്ക്കാൻ പോകുന്ന ഡെപ്പോസിറ്റ് 1 ലക്ഷത്തിന് ഞങ്ങൾ ബില്ല് പോലും തരും മാഡം. പക്ഷേ നിങ്ങൾ ആ 1 ലക്ഷം ഡെപ്പോസിറ്റ് അടച്ചില്ലെങ്കിൽ ഞങ്ങളുടെ ഓഫീസിൽ നിങ്ങളുടെ വീട്ടിൽ ടവർ വയ്ക്കാനായിട്ട് ഒരിക്കലും അനുവദിക്കില്ല മാഡം. ഇന്നലെ ഞാൻ തന്ന 10,000 നിങ്ങൾ തിരിച്ചു തരേണ്ടി വരും. ഇയാളെന്താ പെട്ടെന്ന് ഡെപ്പോസിറ്റ് എമൗണ്ട് അടയ്ക്കണമെന്ന് പറയുന്നേ? ഇപ്പൊ 1 ലക്ഷം അടയ്ക്കണമെന്ന് പറഞ്ഞാൽ ഏട്ടൻ സമ്മതിക്കുമെന്ന് അറിയില്ലല്ലോ. സാരമില്ല, ഈ എമൗണ്ട് ഞാൻ തന്നെ അങ്ങ് അടച്ചേക്കാം. ഏട്ടനോട് മാസം 50,000 എന്നല്ലേ പറഞ്ഞേ? ഇപ്പൊ ഇവര് 1 ലക്ഷം തരാന്നാ പറയുന്നേ. ഏട്ടൻ എല്ലാ മാസവും 50,000 കൊടുത്തിട്ട് 50,000 ഏട്ടൻ അറിയാതെ എനിക്കെടുക്കാമല്ലോ. ഏട്ടൻ ഇതൊന്നും അറിയാൻ പോകുന്നില്ല. ശരി, 1 ലക്ഷത്തിന് ബില്ല് തരാന്നല്ലേ ഇയാള് പറയുന്നേ? വിശ്വസിച്ചങ്ങ് അടച്ചേക്കാം. എന്നാ ശരി, ഞാൻ അകത്തുനിന്ന് പൈസ എടുത്തോണ്ട് വരാം. നിങ്ങൾ വെയിറ്റ് ചെയ്യും. ദാ ഇതില് 1 ലക്ഷം ഉണ്ട്, എണ്ണി നോക്കൂ. ശരി മാഡം, ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് തരുമോ? ഒരു മിനിറ്റ് മാഡം, നിങ്ങൾ തന്ന 1 ലക്ഷത്തിന് ഞാൻ റെസിപ്റ്റ് തന്നേക്കാം. ശരി മാഡം, ഇനി 2 ദിവസം കൊണ്ട് നിങ്ങളുടെ വീടിൻ്റെ ടെറസിൽ ഞങ്ങൾ സെൽഫോൺ ടവർ ഫിക്സ് ചെയ്തേക്കും. അതിനുശേഷം മാസം നിങ്ങളുടെ അക്കൗണ്ടിൽ 1 ലക്ഷം ക്രെഡിറ്റ് ആവും. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ശരി മാഡം, ഞാൻ ഇറങ്ങാണ്. ശരി. എൻ്റെ അമ്മോ, ഇനി മാസം എൻ്റെ അക്കൗണ്ടിലേക്ക് 1 ലക്ഷം രൂപ വരും. ഏട്ടന് 50,000 കൊടുത്തിട്ട് ബാക്കിയുള്ള 50,000 കൊണ്ട് എനിക്ക് അടിച്ച് പൊളിച്ച് ചെലവാക്കാം. ഇനി ആരും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അത്യാവശ്യത്തിന് 5 പൈസ ചോദിച്ചാ 1000 ചോദ്യം ഏട്ടൻ ചോദിക്കുക. ഇനി ഏട്ടനോട് 1 പൈസ പോലും ചോദിക്കേണ്ട കാര്യമില്ല. അയ്യോ, മാസം 50,000 എന്ന് വെച്ചാ 1 വർഷത്തേക്ക് 6 ലക്ഷം രൂപ കിട്ടും. ഇഷ്ടം പോലെ ചെലവാക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. താങ്കൾ വിളിക്കാൻ ശ്രമിക്കുന്ന നമ്പർ തിരക്കിലാണ്. ദയവായി അല്പസമയം കഴിഞ്ഞു വിളിക്കുക. താങ്കൾ വിളിക്കാൻ ശ്രമിക്കുന്ന നമ്പർ തിരക്കിലാണ്. ദയവായി അല്പസമയം കഴിഞ്ഞു വിളിക്കുക. താങ്കൾ വിളിക്കാൻ ശ്രമിക്കുന്ന നമ്പർ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ദയവായി അല്പസമയം കഴിഞ്ഞു വിളിക്കുക. The number you have dialed is currently switched off. താങ്കൾ വിളിക്കാൻ ശ്രമിക്കുന്ന നമ്പർ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ദയവായി അല്പസമയം കഴിഞ്ഞു വിളിക്കുക. The number you have dialed is currently switched off. താങ്കൾ ഡയൽ ചെയ്ത നമ്പറിലേക്കുള്ള സേവനം താൽക്കാലികമായി വിച്ഛേദിക്കപ്പെട്ടു.
ചെയ്ത നമ്പറിലേക്കുള്ള സേവനം താൽക്കാലികമായി നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. എന്താ ഇത്? 2 ദിവസത്തിനകം വന്ന് ടവർ സെറ്റ് ചെയ്യാന്നാ പറഞ്ഞ്, എന്നിട്ടിപ്പോ ഒരാഴ്ചക്ക് മേളിലായി. ഫോൺ ചെയ്ത് നോക്കിയിട്ട് നമ്പർ നോട്ട് ഇൻ യൂസ് എന്നാ വരുന്നേ. എന്ന് വെച്ചാൽ അയാൾ എന്നെ പറ്റിക്കായിരുന്നോ? അപ്പൊ എന്റെ 1 ലക്ഷം രൂപ വെള്ളത്തിലായോ?